കൂപ്പകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ണു തുറന്ന് കണ്ട് ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 107-ാമത്തെ സങ്കീർത്തനം 13 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ അവിടുന്ന് പൊട്ടിച്ചെറിഞ്ഞു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് പിച്ചള വാതിലുകൾ തകർക്കുന്നു, അവിടുന്ന് ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുന്നു. എല്ലാം വാഗ്ദത്തങ്ങളാണ്. ഇപ്പോ കഷ്ടതകാലത്ത് വേദനകളുടെ നടുവിൽ നീ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ വചനം പറയുന്ന പോലെ ആ ഞെരുക്കങ്ങളിൽ നിന്നും കർത്താവ് അവരെ രക്ഷിച്ചു. മോനെ, ഒരു കഷ്ടതയുടെ ഒരു ഞെരുക്കത്തിന്റെ കാലഘട്ടത്തിലാണോ നീ കടന്നു പോകുന്നത്? നിന്റെ കുടുംബം കടന്നു പോകുന്നത്? അതുപോലെ നിന്റെ കുടുംബത്തെ അലട്ടുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും വേദനകളും നീറുന്ന നൊമ്പരങ്ങളും മുറിവേറ്റ മനസ്സിന്റെ അങ്ങനെ ഭാരമൊക്കെ നിന്നെ അലട്ടുന്നുണ്ടോ? ഇന്നലകളിൽ നിന്റെ സ്വപ്നങ്ങൾ, നിന്റെ പ്രതീക്ഷകൾ, നിന്റെ ആഗ്രഹങ്ങളൊക്കെ തകർന്നു പോയതിന്റെ ഭാരം മനസ്സിലുണ്ടോ? ഇന്നലകളിൽ നിന്റെ കൂടെയുണ്ടായിരുന്ന ചിലരുടെയൊക്കെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയതിന്റെ നൊമ്പരം നിന്റെ മനസ്സിലുണ്ടോ? എന്തെല്ലാമാ മോളെ നിന്നെ അലട്ടുന്നേ? എന്തൊക്കെയാ മോനെ നിന്റെ മനസ്സിനെ ഈ ദിവസങ്ങളിലും കഴിഞ്ഞ നാളുകളിലൊക്കെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്നത്? നമ്മുടെ ദൈവം എക്കാലവും വിശ്വസ്തനല്ലേ? നമ്മുടെ ദൈവത്തിൽ അചഞ്ചലമായി ആശ്രയിക്കുന്നവനെ അവന്റെ സ്നേഹവും അവന്റെ കരുണയും പിന്തുടരുമെന്നല്ലേ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. തമ്പുരാനെ, ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും, ജീവിതത്തിന്റെ എല്ലാ വേളകളിലും, ജീവിതത്തിന്റെ എല്ലാ നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിലും, സങ്കടങ്ങളുടെയും നൊമ്പരങ്ങളുടെയും കണ്ണുനീരിന്റെ അനുഭവങ്ങളുടെ നടുവിലും നിന്നിൽ ആശ്രയിക്കാൻ, നിന്നോട് ചേർന്നിരിക്കാൻ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി നന്ദി പറയാനുള്ള ഒരു അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ അനുഭവങ്ങൾക്കും അപ്പുറം, നമ്മുടെ കഴിവിനും അപ്പുറം, നമ്മുടെ ജീവിതത്തിന്റെ സ്വകാര്യ സങ്കടങ്ങൾക്കും അപ്പുറം നിന്നെ കൈപിടിച്ച് കർത്താവ് നിനക്ക് കയറി നിൽക്കാൻ പറ്റാത്ത പാറമേൽ പിടിച്ച് കയറ്റി നിർത്തുന്ന ഒരു അനുഭവം നിന്റെ ജീവിതത്തിലുണ്ടാകും. വിശ്വസിക്കുക. ഇപ്പോൾ നീ കടന്നു പോകുന്ന രോഗങ്ങളുണ്ടല്ലോ, ഇപ്പോൾ നീ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളുണ്ടല്ലോ, ചെങ്കടൽ പോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില തടസ്സങ്ങളുണ്ടല്ലോ, നിന്നെ നിരന്തരം നിന്റെ കുടുംബത്തെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങളുണ്ടല്ലോ. മോനെ, നീ വിശ്വസിക്ക്. നിനക്ക് കയറാൻ പറ്റാത്ത പാറയിൽ നിന്നെ കയറ്റി നിർത്തുന്ന ഒരു കർത്താവ് ഈ അൾത്താരയിലുണ്ട്. നിന്റെ കണക്കുകൂട്ടലുകൾ മുഴുവനും തെറ്റിപ്പോകുമ്പോ നിനക്ക് വേണ്ടി കണക്കുകൂട്ടുന്ന ഒരു ദൈവം ഈ അൾത്താരയിലുണ്ട്. നിനക്ക് തിന്മയെന്ന് തോന്നുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ നീ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെയൊക്കെ നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ കഴിവുള്ള ഒരു കർത്താവ് ഈ അൾത്താരയിൽ നിന്റെ നന്മയ്ക്ക് വേണ്ടി നിന്നെ മാറ്റി നിർത്തുന്ന സമയം വരും. വിശ്വസിക്ക്. നമ്മുടെ ദൈവം, ഇതുപോലൊരു ദൈവം ഈ ലോകത്ത് എവിടെയാവുള്ളത്? ഇതുപോലെ നിന്നെ സ്നേഹിക്കാൻ, ഇതുപോലെ നിന്നെ ചേർത്ത് പിടിക്കാൻ, ഇതുപോലെ നിന്റെ ജീവിതത്തിന്റെ ദുർഘട സങ്കടങ്ങളുടെ അനുഭവങ്ങളുടെ നടുവിൽ നിന്നെ മാറോട് ചേർത്ത് പിടിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെ ഈ ലോകത്ത് എവിടെ കണ്ടെത്താൻ പറ്റും? ഇതാ കർത്താവ് ഈ അൾത്താരയിലുണ്ട്. സ്നേഹമായി, സ്നേഹ സാന്നിധ്യമായി, കരുണയായി, കരുണയുടെ നിറകുടമായി ഇതാ ജീവിക്കുന്ന കർത്താവ് ഈ അൾത്താരയിലുണ്ട്. ദൈവമേ, ഹൃദയം കൊണ്ട് കർത്താവിനെ വിളിക്ക്. എന്റെ കർത്താവേ, നുറുങ്ങിയ ഹൃദയത്തോടെ നീ ദൈവത്തെ വിളിക്ക്. തോമസ് ലീഹ വിളിച്ചില്ല, എന്റെ ദൈവമേ, എന്റെ കർത്താവേ എന്ന്. അതൊരു വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചില.
അവനെ തൊടേണ്ട ആവശ്യമൊന്നും വന്നില്ല, തൊട്ടു നോക്കിയില്ല, സ്പർശിച്ചു നോക്കിയില്ല. പക്ഷേ അവൻ അവന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞത് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്നുള്ള നിലവിളിയോടുകൂടിയാണ്. മക്കളെ, കരങ്ങൾ രണ്ട് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട്, ദൈവമേ, ഹൃദയത്തിൽ നിന്ന് വിളി ഉയരട്ടെ. നിന്റെ നൊമ്പരങ്ങളും നിന്റെ കണ്ണുനീരൊക്കെ ഇറക്കി വെക്കാൻ സ്വർഗം തന്ന നിമിഷങ്ങൾ. നിന്റെ ഹൃദയത്തിന്റെ ഭാരം ഇറക്കി വെക്ക്, നിന്റെ ഹൃദയത്തിന്റെ വേദനകൾ ഇറക്കി വെക്ക്, നിന്റെ ഹൃദയത്തിന്റെ സങ്കടങ്ങളെല്ലോ തമ്പുരാനിലേക്ക് ഇറക്കി വെച്ച് പ്രാർത്ഥിക്കും. മോനെ, എന്തിനാ നീ ഇത്രയും ആകുലപ്പെടുന്നേ? നീ എന്തിനാ വിഷാദിച്ചുഴലുന്നേ? എന്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിച്ചുഴലുന്നു? എന്റെ ആത്മാവേ, നീ എന്തിന് നൊമ്പരപ്പെടുന്നു? നമ്മുടെ ദൈവം നമ്മുടെ കൂട്ടിനില്ലേ? നമ്മുടെ ദൈവം നമ്മുടെ പക്ഷത്തില്ലേ? ഈ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ഈ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്കൊന്നും അപ്രാപ്യമായിട്ട് തീരില്ല. എല്ലാം പ്രാപിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. എല്ലാറ്റിലും ദൈവത്തിന്റെ കൃപയൊഴുകുമ്പോ, ദൈവത്തിന്റെ കരസ്പർശനം ഉണ്ടാകുമ്പോ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കരുതലിന്റെ തലോടല് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും പുറത്തു വരാൻ നമുക്ക് പറ്റും. ലാസറിന്റെ കല്ലറയ്ക്കുള്ളിലേക്ക് കർത്താവിന്റെ കരസ്പർശം നീണ്ടപ്പോ, വചനം നീണ്ടപ്പോ, എത്തിച്ചെന്നപ്പോ അവൻ പുറത്തു വന്നതുപോലെ മോനെ വിശ്വസിക്കേ. നിന്നെ പുറത്തു വരാൻ പറ്റില്ല എന്ന് നീ ചിന്തിക്കുന്ന അനുഭവത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവൻ ഈ അൾത്താരയിലുണ്ട്. നിനക്ക് അപ്രാപ്യമായ പാറയിൽ ഇവൻ നിന്നെ കയറ്റി നിർത്തും. വിശ്വസിക്കേ. നടക്കില്ല എന്ന് വിചാരിക്കുന്നത്, സൗഖ്യം കിട്ടില്ല എന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾ, ഈ തടസ്സം മാറില്ല, പ്രശ്നം മാറില്ല, ഇനി മക്കളൊന്നും നന്നാകാൻ പോകുന്നില്ല, അവര് ഇങ്ങനെയുള്ള മനസ്സിന്റെ മേലുള്ള മാനസിക സംഘർഷങ്ങൾ നിന്റെ മനസ്സിൽ കൊണ്ടുവന്നിട്ടുള്ള സ്വകാര്യ ദുഃഖങ്ങളും അതിൽ തന്നെ കുടുങ്ങിക്കിടന്ന് ഒന്നും നടക്കില്ല എന്നുള്ള നിന്റെ മനസ്സിന്റെ ഭാരം എല്ലാം കർത്താവിന് കൊടുത്തിട്ട് എൻ്റെ കർത്താവിന് ഈ പാറയിൽ കയറ്റി നിർത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുക. എന്നിട്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കട തുറന്ന കർത്താവിനെ കണ്ടിട്ട് എങ്ങനെ വേണേലും പ്രാർത്ഥിച്ചോ. ഈ നിമിഷങ്ങളിൽ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഈ നിമിഷങ്ങളിൽ കർത്താവിന്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ നിമിഷങ്ങളിൽ കരുതലുള്ള ദൈവത്തിന് നന്ദി പറയുക. ഈ നിമിഷങ്ങളിൽ സ്നേഹത്തോടെ നിന്നെ ചേർത്ത് പിടിക്കുന്ന, ഇന്നലകളിൽ ചേർത്ത് പിടിച്ച നിന്റെ ദൈവത്തിന്റെ കാരുണ്യത്തിനും സ്നേഹത്തിനൊക്കെ നന്ദി പറഞ്ഞ് ഉള്ളു തുറന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഓ ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഓ ദൈവമേ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നിന്റെ അനന്തകാരുണ്യത്തിന് നന്ദി പറയുന്നു. നിന്റെ കരുണയ്ക്കും ദയയ്ക്കും നന്മയ്ക്കൊക്കെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, കരുണ കാണിക്കണമേ. ഓ ദൈവമേ, കരുണ കാണിക്കണമേ. കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, 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 ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. കർത്താവ് നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ്. ദൈവത്തിന്റെ അനന്ത കാരുണ്യത്തിന് നന്ദി പറയട്ടെ. ഇവരുടെ ജീവിത നിയോഗങ്ങളെയും സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും ഇപ്പോൾ സമർപ്പിക്കുന്ന എല്ലാ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളെയും ഈ മക്കളോട് ചേർന്ന് നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ.